ലഹരി ഉപയോഗിക്കൂ മാസാകൂ. അങ്ങനെ മാസും കൊലമാസം ഒക്കെ ആയി നമ്മുടെ ചെറുപ്പം ആകപ്പാടെ നശിച്ചൊരു വഴിക്കായി. ബ്രേക്കിംഗ് ബാഡ് എന്ന പേരിൽ ഒരു വെബ് സീരീസ് ഉണ്ട്. ലോക TV ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയതും വെബ് സീരീസ് പ്രേമികൾ മിക്കവാറും കണ്ടിട്ടുള്ളതുമായ ഈ സീരീസ് നമ്മുടെ നാട്ടിലെ മിക്ക ചെറുപ്പക്കാരും കണ്ടിട്ടുണ്ടാകും. അമേരിക്കയിൽ 2008 മുതൽ 2013 വരെയായി 5 സീസണുകളിലായി 62 എപ്പിസോഡുകളാണ് ഈ സീരീസിനുള്ളത്. ന്യൂ മെക്സിക്കോയിലെ അൽബുക്കർക്കിൽ ജീവിക്കുന്ന വാൾട്ടർ വൈറ്റ് എന്ന ഹൈസ്കൂൾ കെമിസ്ട്രി അധ്യാപകന്റെ കഥയാണ് ബ്രേക്കിംഗ് ബാഡ്. കുടുംബത്തിന്റെ സാമ്പത്തിക ഭാവി ഭദ്രമാക്കാൻ തന്റെ രസതന്ത്ര കഴിവ് ഉപയോഗിച്ച് ഉയർന്ന ഗുണമേന്മയുള്ള മെത്താഫെറ്റമൈൻ എന്ന മയക്കുമരുന്ന് നിർമ്മിക്കുന്നതാണ് ഈ സീരീസിന്റെ കഥ. വളരെ തീവ്രവും ആകാംക്ഷാഭരിതവുമായ ഒട്ടനവധി മുഹൂർത്തങ്ങൾ ഈ സീരീസിനുണ്ട്. ലോകത്താകമാനം മയക്കുമരുന്നിന് പ്രചാരം ലഭിക്കാൻ ഈ സീരീസ് കാരണമായതായി പിന്നീട് പല സാമൂഹിക നിരീക്ഷകരും എഴുത്തുകാരും കണ്ടെത്തുകയുണ്ടായി. സീരീസിന്റെ അവസാനം ലഹരിക്കെതിരെയാണ് സന്ദേശം നൽകാൻ ഇതിന്റെ അണിയറ പ്രവർത്തകർ ശ്രമിച്ചതെങ്കിലും അവസാനം നടന്നത് നേരെ തിരിച്ചാണ്. സീരീസ് കണ്ട് പുതുതലമുറ ലഹരിയുടെ ഫാനായി. പലരും വാൾട്ടർ വൈറ്റ് എന്ന നായക കഥാപാത്രത്തെ ജീവിതത്തിൽ അനുകരിച്ചു. എന്തിന്, നമുക്കിടയിലെ മലയാളി യുവതലമുറ പോലും. നമ്മൾ 10 ചെറുപ്പക്കാരെ എടുത്ത് ഈ സീരീസ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവരും കണ്ടിട്ടുണ്ടോ എന്ന ഉത്തരമാകും നമുക്ക് തരിക. ബ്രേക്കിംഗ് ബാഡ് ലഹരിയാണ് പ്രൊമോട്ട് ചെയ്തതെങ്കിൽ കൊള്ളയെ പ്രൊമോട്ട് ചെയ്ത് ചെറുപ്പക്കാരെ സ്വാധീനിച്ച സ്പാനിഷ് വെബ് സീരീസ് ആണ് മണി ഹീസ്റ്റ്. മണി ഹീസ്റ്റ് കണ്ട് പ്രചോദിക്കപ്പെട്ട് പലരും ലോകത്താകമാനം വൻകിട ബാങ്കുകൾ കൊള്ളയടിച്ചു. അത്തരം വാർത്തകൾ ഇന്ത്യയിൽ പോയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇത്തരം ചില കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ പലർക്കും പൊള്ളും. സിനിമാ പ്രേമികൾ പ്രതിഷേധവുമായി വരും. പക്ഷേ സത്യം തുറന്നു പറഞ്ഞല്ലേ പറ്റൂ. നമ്മുടെ ചെറുപ്പക്കാർ ഇതുപോലെ നശിച്ചു പോയതിന് ഒന്നാമതായി നമ്മുടെ സിനിമയ്ക്ക് തന്നെയാണ് ഉത്തരവാദിത്തം. മോഹൻലാലിന്റെ ദൃശ്യം സിനിമ കണ്ട് പ്രചോദിതമായി എത്രയോ പേർ ദൃശ്യം മോഡൽ കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്. ടൊവിനോയുടെ തല്ലുമാല സിനിമ കണ്ട് പിന്നീട് ഒരു കാലം സ്കൂൾ കോളേജുകൾ കേന്ദ്രീകരിച്ച് തല്ലിന്റെ മാലപ്പടക്കം തന്നെയായിരുന്നു. ഇങ്ങനെയുള്ള അനവധിയായ ഉദാഹരണങ്ങൾ നമുക്കിടയിൽ കാണാം. നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ് എന്ന് ലൂസിഫറിൽ മോഹൻലാലിന്റെ കഥാപാത്രം പറയുന്നത് ലഹരിക്കെതിരെയാണ്. ലൂസിഫർ സിനിമയും അതിന്റെ രണ്ടാം ഭാഗമായി വന്ന എമ്പുരാൻ സിനിമയും ഒക്കെ പറഞ്ഞു വെച്ചത് ലഹരിക്കെതിരെയുള്ള യുദ്ധമാണെങ്കിലും ആ തിന്മയുടെ ലോകത്ത് മാസായി വിഹരിക്കാനാണ് നമ്മുടെ ചെറുപ്പക്കാർ തീരുമാനിച്ചുറച്ചത്. അതിന്റെ ഫലമാണ് നമ്മൾ ദിവസവും വാർത്തകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലഹരിയുമായി ചെറുപ്പക്കാർ പിടികൂടാത്ത ഒരു ദിവസം പോലും നമുക്ക് കടന്നു പോകുന്നില്ല. സിനിമയിലെ പ്രമേയങ്ങൾ ഒരു ഭാഗത്ത് ലഹരിമയമായി നിൽക്കുന്നു. അതേ സമയത്ത് തന്നെ സിനിമയിൽ അഭിനയിക്കുന്നവരാണെങ്കിൽ അതിലും വലിയ ദുർമാതൃക വേറൊരു ഭാഗത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞയാഴ്ച എക്സൈസ് സംഘം പിടികൂടിയ മയക്കുമരുന്ന് വിപണിക്കാരിയായ ഒരു യുവതിയിൽ നിന്ന് കിട്ടിയ ഞെട്ടിക്കുന്ന വിവരങ്ങൾ മലയാളികളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ആ പെൺകുട്ടി നിരന്തരം ലഹരി വസ്തുക്കൾ മലയാള സിനിമയിലെ പ്രശസ്തരായ നടീ നടന്മാർക്ക് നൽകാറുണ്ടത്രേ. അതിൽ പ്രധാനികളാണ് ശ്രീനാഥ് ബാസിയും ഷൈൻ ടോം ചാക്കോയും. ഇതും കഴിഞ്ഞ ദിവസം നടന്ന മറ്റൊരു സംഭവമാണ്. എറണാകുളത്തെ ഒരു പ്രശസ്തമായ ഹോട്ടലിൽ ലഹരി ഇടപാടുകാരനെ തേടി എക്സൈസ് സംഘം എത്തിയപ്പോൾ അവരെ കണ്ടു ഓടിയ ഷൈൻ ടോം ചാക്കോ എന്ന മലയാളത്തിലെ പ്രധാനപ്പെട്ട നടന്റെ വിഷയം. അതിന്റെ പുകിലും തുടർ വാർത്തകളും പിന്നീട് നമ്മൾ കണ്ടു. നല്ല മാതൃകയാകേണ്ടവർ തന്നെ ദുർമാതൃകയായി മാറിയ കാഴ്ച. ആകപ്പാടെ സ്വയം നശിക്കുകയും സമൂഹത്തെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത വ്യവസായം തന്നെയായി മാറിയിട്ടുണ്ട് നമ്മുടെ സിനിമ. ഇത് സത്യസന്ധമായി തന്നെ നമ്മൾ പഠിക്കുകയും ഇതിനൊരു മാറ്റത്തിനായി പരിശ്രമിക്കുകയും വേണം. അല്ലെങ്കിൽ ലൂസിഫർ സിനിമയിലെ ഡയലോഗ് പോലെ ദൈവത്തിന്റെ സ്വന്തം നാടിനെ ചെകുത്താന്റെ സ്വന്തം നാടെന്ന് നമുക്ക് മാറ്റി വിളിക്കേണ്ടി വരും.